ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ ഉത്തരം വളരെ കോംപ്ലക്സ് ആണ്. എനിക്ക് സ്ഥിരം കിട്ടുന്ന ഒരു പ്രോബ്ലമാണ്. ആൾക്കാർ വിളിച്ചിട്ട് പറയും ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പ് ഇറിഗേഷൻ ചെയ്തു, സ്പ്രിംഗ്ലറുടെ എല്ലാവരുടെയും വെള്ളം വന്നില്ല, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ പൊങ്ങണില്ല. ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ ഉത്തരം വളരെ കോംപ്ലക്സ് ആണ്. കാരണം ഒരു ലാൻഡ്സ്കേപ്പ് ഇറിഗേഷനിൽ ഹെഡ് ഡിസ്ചാർജ് ഈ തമ്മിലുള്ള ഒരു ഡിസൈൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. വളരെ ഇപ്പോൾ നമ്മളൊരു ഗ്രൗണ്ടിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് ഈസിയാണ്, പക്ഷേ സ്ലോപ്പ് വരുമ്പോൾ അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആവും. ഈ കാണുന്ന സാധനം ഒരു മൾട്ടി ലെയർ ബിൽഡിങ്ങിൽ പലയിടത്ത് പുല്ലുകളും ഗ്രാസും ഒക്കെ വരുന്ന ഗ്രാസും അതുപോലെ തന്നെ ഡ്രിപ്പും പ്ലാന്റ്സും ഒക്കെ വരുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിലൊരു സിമ്പിൾ ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഞാൻ പറയാം. അതായത് ടാങ്കിൽ നിന്നാണ് പമ്പ് വർക്ക് ചെയ്യുന്നത്. ഈ പമ്പ് മിനിമം പല പല ലെവലിൽ പല ഹെഡിൽ പല ഡിസ്ചാർജ് വേണം. ഈ പമ്പിന് നമ്മളത് സെറ്റ് ചെയ്യാൻ നേരത്തെ മിനിമം 24 മീറ്റർ ഹെഡ് വേണം. ഹെഡ് ഒരു ലെവലിൽ കൂടുതൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ പമ്പ് ചൂടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഈ പറഞ്ഞ ഇൻലെറ്റുകളെ കറക്റ്റായിട്ട് വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്ത് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പമ്പിൻ്റെ ലൈഫ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അതിനുശേഷം നേരെ ഈ സാധനം കാരണം ഇത് ബോറിൽ നിന്ന് കടിച്ചായിരിക്കും ടാങ്ക് നിറച്ചിരുന്നത്. വെള്ളം എല്ലാ സമയത്തും നല്ല വെള്ളമാണെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ ഡ്രിപ്പേഴ്സും പരിപാടികളൊക്കെ അല്ലെങ്കിൽ ബ്ലോക്ക് ആയിപ്പോൾ പ്രൈമറി ഫിൽട്രേഷൻ വേണം. സാൻഡ് ഫിൽറ്റർ പ്രൈമറി ഫിൽറ്ററാണ്. ഈ പ്രൈമറി ഫിൽറ്ററിൽ നമ്മൾ മണ്ണ് ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ കഴുകും. ഒരു ഡയറക്ഷനിൽ നമുക്ക് ഫ്ലോ നല്ല വെള്ളം കിട്ടും, തിരിച്ച ഡയറക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാം.